ലോകത്തിലെ ഏറ്റവും ഭയാനകരമായ ജന്തു വരികയാണ്. കുട്ടികളെല്ലാരും പേടിച്ചു വിറച്ച് ഒരു കുട്ടിയെ മാത്രം ജാക്കറ്റ് വെച്ച് കവർ ചെയ്ത് അവരെല്ലാരും നിരനിരയായി പോയി നിൽക്കുകയാണ്. ഇവരാരെയാണ് ഇത്ര പേടിക്കുന്നത് എന്ന് വെച്ചാൽ അത് അവരുടെ സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ ആയിരുന്നു. ഹെഡ് മിസ്ട്രസ് വന്നതും കുട്ടികളോട് ചോദിക്കുവാണ്, ആരാണ് എന്റെ കപ്പിൽ മൂത്രമൊഴിച്ചത് എന്ന്. എന്നാൽ ഒരു കുട്ടി മാത്രം ദാ അവൻ ആ ജാക്കറ്റിന്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ബാക്കി സ്റ്റുഡൻസ് എല്ലാം അവന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ തന്നെ ആ പെണ്ണ് വീണ്ടും സംസാരിക്കുവാണ്. എന്നിട്ട് പറയാണ്, അവൻ ഇന്നലെ രാത്രി ഇവിടെ കിടന്നുറങ്ങിയതാണ്, പിന്നെ എങ്ങനെയാണ് അവനത് ചെയ്യാൻ സമയം ഉണ്ടാവുക എന്ന്. അപ്പൊ തന്നെ ആ കൊച്ചുപയ്യൻ എണീച്ചിരുന്നു ഒന്നും അറിയാത്ത പോലെ ഹലോ മിസ്റ്റർ അങ്കിൾ എന്ന് വിളിക്കുവാണ്. എന്നാൽ അവനെതിരെ ശക്തമായ വേറൊരു തെളിവും ഇല്ലാത്തതുകൊണ്ട് അവനെ വെറുതെ വിടുകയാണ്. അപ്പോഴാണ് ആ ദുഷ്ടയായ ഹെഡ് മിസ്ട്രസിന്റെ കണ്ണിൽ ഒരു പെണ്ണ് പെടുന്നത്. അവളുടെ ഹെയർ സ്റ്റൈൽ ഹെഡ് മിസ്ട്രസിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ തന്നെ അവളുടെ രണ്ട് മുടിയിലും പിടിച്ച് 360 ഡിഗ്രി കറക്കി ദൂരേക്ക് എറിയുകയാണ്. അങ്ങനെ ആ പെൺകുട്ടി പറന്നുപോയി. അത് കണ്ടതും ഹെഡ് മിസ്ട്രസ് ഒരുപാട് സന്തോഷിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആ രാക്ഷസി പിള്ളേരെ പണിഷ്മെന്റ് ചെയ്യാനായി സ്കൂളിലെ ഡാർക്ക് റൂം തുറക്കുകയാണ്. ഇത് കണ്ടതും പിള്ളേരെല്ലാം പേടിച്ചു വരച്ചിരിക്കുകയാണ്. ഒരു ചെറുക്കൻ മാത്രം ധൈര്യപൂർവ്വം ഡെസ്കിന്റെ മുകളിൽ കയറി നിന്ന് ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. ഇത് കണ്ടതും ബാക്കി കുട്ടികളെല്ലാം അവനോട് ചേർന്ന് ഡെസ്കിന്റെ മുകളിൽ കയറി അവൾക്കെതിരെ പ്രതികരിക്കുകയാണ്. അപ്പോൾ തന്നെ കലിപൂണ്ട ഹെഡ് മിസ്ട്രസ് ബാക്കിയുള്ള ഡാർക്ക് റൂം എല്ലാം തുറക്കുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു. അവൾ അവിടെയുള്ള മെറ്റൽ പാർട്സ് എല്ലാം കൺട്രോൾ ചെയ്ത് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ഭീമാകാരമായ മോൺസ്റ്ററിനെ തന്നെ ഉണ്ടാക്കുകയാണ്. മോൺസ്റ്ററിനെ കണ്ടതും ഹെഡ് മിസ്ട്രസ് പേടിച്ച് വിറക്കുകയാണ്. മോൺസ്റ്റർ വൈകാതെ തന്നെ അവിടെയുള്ള ഡാർക്ക് റൂം എല്ലാം തകർക്കുകയാണ്. എന്നിട്ട് അവൾ ആ ഹെഡ് മിസ്ട്രസിന്റെ മുടി വലിച്ചു പിടിച്ച് രണ്ട് ഭാഗവും പിന്നി അതുപയോഗിച്ച് അവളെ പൊക്കിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ ആ രാക്ഷസി പറന്നുപോയി. അപ്പോൾ എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.